ഇന്നലത്തത് നമുക്ക് അറിയാണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കില്ല. പക്ഷേ നമ്മൾ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ അങ്ങനെ സന്തോഷ് വർക്കി നമ്പർ വന്നാൽ പുള്ളി മാറ്റി പറഞ്ഞെന്ന് അറിയില്ല. പക്ഷേ പുള്ളി നമ്പർ വന്നപ്പോൾ ഒന്ന് വിളിച്ചു. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു കൂടെ ഫോൺ ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളി അതിട്ടുള്ള സൈഡിൽ നിന്ന് മാറിക്കളഞ്ഞു. അത് ശരിയായില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഇപ്പോൾ ഇന്ന് പ്രസ് മീറ്റ് ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളി എന്തോ കാരണവശാൽ അത് പറഞ്ഞില്ല. പുള്ളി വിളിച്ചിട്ട് പിന്നെ അഭിലാഷ് ആട്ടയും ഒക്കെ ഈ ക്യാമറ ഫേസ് കിട്ടാൻ വേണ്ടി ഇതിൽ നീലക്കൂലിൻ്റെ പേജിലും ബാക്കിയുള്ള ബ്ലോക്ക്ബസ്റ്റർ മീഡിയയിലൊക്കെ നിന്നു ഈ വിഷയത്തിൽ, ഈ ഫോൺ കോളിൻ്റെ സംഭവത്തിൽ. അവിടെ നിന്നുള്ള റിയാക്ഷൻ എന്തായിരുന്നു നായികയുടെ ഭാഗത്ത്? എൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ആറട്ടനെ വിളിച്ചിട്ട് എന്തോ ആരോ ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നു. എന്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ട് തോന്നി. പക്ഷേ നമുക്കൊരു എന്തോ 10-15 സെക്കൻഡ് മോശമായിട്ടൊന്നും വർത്താനം പറഞ്ഞില്ല. ഒരു എന്താ പറയുക, ഫാൻ ഗേളിനെ വിളിക്കാൻ മീഡിയക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഫാൻ ഗേൾസിനെ ആരും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ഫാൻ ഗേൾ രാത്രിയെ പിന്നെ വിളിച്ചു. പിന്നെ തിരിച്ച് ഒരു പെൺകുട്ടിയെ ഒരു ആൽഫബറ്റുള്ള പെൺകുട്ടി, ഫുൾ നെയിം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊരു സംഭവത്തിൽ മറ്റേ നമ്മുടെ നായികമാരെ കുറച്ച് പേരുടെ നമ്പർ ആർട്ടുണ്ട് തന്നിരുന്നു. നിലവിൽ ഒരുപാട് പേരെ നമ്പറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അനുസിത്താരം നടത്തിന് അറിയാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം വിളിച്ചതല്ല. മീഡിയക്കാരുടെ മുമ്പിലൊരു പെട്ടെന്നൊരു ആളാണെന്ന് കൊണ്ട് ആവശ്യമില്ല. പക്ഷേ പെട്ടെന്ന് അവരുടെ കണ്ടന്റ് വ്യത്യസ്തമായിട്ടൊരു ചെയ്ത പ്രാങ്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയല്ല. ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രസ് മീറ്റിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ശരിക്കും പ്രസ് മീറ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ശരിക്കും പ്രസ് മീറ്റിന്റെ ഉദ്ദേശം ഇന്നലെ നടന്ന പ്രസ് മീറ്റില്ലേ ഈ കോള് പോയ സംഭവം? ഇന്നലെ ഈ കോളൊക്കെ പോയില്ലേ? ഇന്നലെ നടന്ന പ്രസ് മീറ്റിനെ പറ്റി പറയാം, അതിനെപ്പറ്റി പറയാം. കാരണം എനിക്കൊരു ഒറ്റയ്ക്ക് ഇന്നലെ സ്പേസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നടിയാക്കുറിച്ച കേസായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇത്. നമ്മുടെ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ വുമൺ പേര് ഇപ്പോൾ വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 1-ാം തീയതി 10-ാം തീയതി ഇടയിൽ ഒരു കേസ് നമ്മുടെ സ്റ്റേഷനിൽ അല്ല മറ്റേ ഈ ഇവിടെ എനിക്ക് ഓർമ്മയില്ല. അല്ലല്ല, ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകില്ല, പച്ചളം കഴിഞ്ഞാൽ ഉള്ളിൽ കൂടി പോകുമ്പോൾ സ്റ്റേഷൻ കൊച്ചി പച്ചാളത്തേക്ക് പോകില്ലേ? ടൗൺ സ്റ്റേഷൻ അല്ലേ? അവിടുത്തെ പച്ചാളം സ്റ്റേഷൻ. അപ്പോൾ കൊച്ചിയിലെ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നൊരു പരാതി ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടെയാണോ? ഹൈക്കോടതി ജംഗ്ഷൻ്റെ അങ്ങോട്ടാണോ? FIR എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ FIR കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് വകുപ്പുകൾ ചേർത്ത് എഴുതിച്ചു. പക്ഷേ നമ്മളെ അറസ്റ്റ് ചെയ്യുമെന്ന് വകുപ്പ് എന്താണെന്ന് പറയാൻ പറ്റും? എന്ത് വകുപ്പിലാണ് കേസ് ആയത്? കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ എന്താ പറയുക, നമ്മളെ പൂട്ടാൻ വേണ്ടിയുള്ള വകുപ്പ് ഇട്ടു. അതാണ് അത് എന്ത് വകുപ്പാണെന്ന് കറക്റ്റ് എനിക്ക് ഫുൾ വായിച്ചെങ്കിൽ എന്നാലും ഒരു ആ വകുപ്പ് ഏതാണ് നമ്പറൊന്നും പറയണ്ട, എന്ത് ഇതിലാണെന്ന്. അതായത് ഇന്ന ശ്രമം അല്ലെങ്കിൽ ഹറാസ് ചെയ്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? ലൈംഗികമായിട്ട് മറ്റേ അവളെ ചെയ്തു എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞത്. കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അറിയാം, ഫിസിക്കൽ അബ്യൂസ് പറയുന്നുണ്ട്. പക്ഷെ ഇവരെ കണ്ടിട്ടില്ല. നമ്മൾ വേറെ ആരൊക്കെങ്കിലും റിലേഷൻ ആയിട്ടുണ്ടോയെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന ആവശ്യമില്ല. പക്ഷേ ഇതിൽ നമ്മൾ നിരവധി എന്ന് തന്നെ പറയാം ഈ കേസിൽ. കാരണം നമുക്ക് പല ഗേൾഫ്രണ്ട്സ് ഉണ്ടാകും. പക്ഷേ ഈ മറ്റേ ട്രാൻസ്ജെൻഡറിൻ്റെ രീതിയിൽ നമുക്ക് ട്രാൻസ്ജെൻഡറോടെ പോയി നമുക്ക് ഫിസിക്കലി അബ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ആങ്കറായിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു ഈ ട്രാൻസ്ജെൻഡർ. നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബ്ലഡിനായിട്ട് തന്നെ ഷോർട്ട് ഫിലിമിൻ്റെ. അപ്പോൾ അതിൽ ആങ്കറായിട്ട് വെക്കാനായിട്ടുള്ള സാഹചര്യം വന്നില്ല. എന്തോ ഫിനാൻസ് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്തില്ല. ഒരു കൂട്ടുകാരനൊക്കെ പണി വെച്ചു. അപ്പോൾ ഈ വിനീത് VSനെ ഒതുക്കാൻ വേണ്ടി വിനീത് VSൻ്റെ ഒരു കൂട്ടുകാരൻ, പേരെനിക്ക് വ്യക്തമല്ല, പേര് ഇന്നലെ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞതാണ്. എനിക്ക് എല്ലാവരുടെ പേരുകളും വ്യക്തമല്ല. അപ്പോൾ ഈ പെൺകുട്ടി ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ വ്യക്തി പലരെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം വയനാട്ടിൽ ഈ എന്താ പറയുക കുറേ പേര് മരണം നടന്നല്ലോ വിഷമമായിട്ടുള്ള. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഒരു ചെറുക്കനെ വിളിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ നമ്മൾ ചെക്കനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവരുടെ ആ ഭാഗത്തെ സ്റ്റേഷനിൽ, വയനാട്ട് ആ ഒരു സ്റ്റേഷനിൽ ഈ ചെക്ക കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു കേസുണ്ട് വയനാട് ഭാഗത്ത്. ആ ഭാഗത്ത് കേസുണ്ട്. അപ്പോൾ നമ്മളെ ഈ
കാണാത്തയും കേൾക്കാത്തയും കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്ന് വന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ 24-ലൊരു ന്യൂസ് ഇപ്പോഴല്ലെന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തിന് മുന്നേ വന്നത് വാർത്ത. ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. ആദ്യം വന്നത് ഓഗസ്റ്റ് 29-ആണ്. പെരേര പറയുന്നത് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയ ന്യൂസാണ്, ഇതിലൊന്നും വാസ്തവം. നമ്മുടെ പേര് നമ്മളെ മാത്രമല്ല, വിനീതിന്റെ പേര് പറയുന്നത് വാസ്തവമല്ല. ഒരു ചാൻസ് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇത്രയും വന്നതെന്നാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ. ചാൻസ് പെടുത്തിയതാണ്. ആക്ടിങ് രീതിയിലും എൻ്റെ നായികയായിട്ടൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ നായികയായിട്ടൊരു മറ്റേ ഒരു കഥാപാത്രത്തിന് ആ ലുക്ക് വേണമല്ലോ. മനസ്സിലായി? ബ്ലഡി നൈറ്റിൽ എനിക്ക് പോലും നായികമാരില്ല. ആറട്ടണ നായിക ഒരു ബെഡ്റൂം സീക്വൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മുമ്പ്. അപ്പോൾ നമുക്ക് ഒരു സീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റേ ബ്ലഡി നൈറ്റിൽ ഒരു എന്താ പറയുക, ഹോട്ടൽ റൂം പോയി റോളായിരുന്നു. ആറട്ടണന് ഷീറ്റ് എടുത്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിലൊരു പാസിംഗ് രംഗം മാത്രത്തിലാണ് ചിഞ്ചു അഭിനയിച്ചു പോയത്. അപ്പോൾ അതിലൊന്നും ചിഞ്ചു രേഷ്മയൊക്കെ അഭിനയിച്ചിട്ട് പിന്നെ വേറെ പണിയൊന്നും വെച്ചില്ല. മനസ്സിലായി? രേഷ്മയായിട്ടൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം. അപ്പോൾ അതിന് ശേഷമാണ് മറ്റേ നമ്മുടെ റിയ വിഷയങ്ങളൊക്കെ വന്നത്. റിയ വിഷയങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മളവിടെ സൗഹൃദം ചെയ്ത് എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിയാകും. ഇപ്പോൾ സൗഹൃദമാകുമ്പോൾ ഇപ്പോൾ അവൾ ഒരു പെണ്ണ് പറയണതുകൊണ്ട് എന്താണെങ്കിലും ആൾക്കാർ സ്വീകരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഒരു പെണ്ണ് പറഞ്ഞതിൻ്റെ പേരിൽ അത് വിഷയമായിരുന്നു. പക്ഷേ അത് സ്വയമേ കേസെടുക്കുന്ന വകുപ്പിലേക്ക് പോയില്ല. കാരണം അവരുടെ ഒരു ചരിത്രം ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട്. കാരണം അവർ അച്ഛൻ അമ്മ അവരുടെ റിലേഷനൊന്നുമില്ല, വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട ലൈഫാണെന്നൊക്കെ ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇത് ഇന്നലെ നടന്നപ്പോൾ ഫോൺ വിഷയം ഇപ്പോൾ എന്താ അവസ്ഥയിലാണ്? മറ്റേ ഫോൺ വിഷയത്തിൽ ഇത് വേറെ കാര്യം പറയാനുണ്ട്. ഈ റിയ വിഷയം ഒന്നുകൂടി പറയാനുണ്ട്. കാരണം റിയ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ പിന്നെയും കൊടുക്കാൻ ശ്രമിക്കുന്നു. ഏത് രീതിയിലാണ്? ഏത് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലായിട്ട് നമ്മളായിട്ട് ആവശ്യമാണെന്ന രീതിയിലാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് ആവശ്യമാണ്? നമ്മളായിട്ട് റിലേഷൻഷിപ്പ് ചെയ്യണം എന്നൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടും നിർബന്ധിച്ചിരുന്നു പലർക്കും. അപ്പോൾ മറ്റേ നമ്മളൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൾ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിർബന്ധിക്കുന്ന ആവശ്യമില്ല. റിയ എന്നോട് മറ്റേ എപ്പോഴും വിളിച്ചിട്ട് വന്ന് ഈ വിവാദത്തിന് ശേഷം, വിവാഹമല്ല വിവാദത്തിന് ശേഷം റിയയുടെ ഈ പീഡന പരാതി സ്മാർട്ട് ഫിക്സ് ഇന്ത്യയിൽ വന്നതിന് 2 മാസം മുന്നേ തുടങ്ങി. 2 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൾ പിന്നെ നമ്മളെ പറയുമെന്ന് മാറുന്നു. കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ അറ്റൻഷൻ വേണം. ശരിക്കും ഇപ്പം നിങ്ങൾക്കാണോ അവരെ കൊണ്ട് ശല്യം? പെരേരയ്ക്കാണോ അവരെ കൊണ്ട് ശല്യം? ആദ്യം ഒരു ഫ്രണ്ട്സ് രീതിയിൽ മറ്റേ പിന്നെയും മെസ്സേജ് വന്നപ്പോൾ റിപ്ലൈ കൊടുത്തു. അവരെ കൊണ്ട് ശല്യമാണോ? അവർ ശല്യമാണോ പെരേരയ്ക്ക്? ശല്യമാണ്. കാരണം ഒരു പോസ്റ്റ് വന്നിരുന്നു, കാണിച്ചു തരാം. അത് ലൈവ് പോകണം. കാരണം ഈ വിഷയത്തിൽ അത് പെട്ടെന്ന് കയറി വന്നതാണ്. കാരണം മറ്റേ മറിയുടെ വിഷയം മാത്രം പറയാൻ വന്നതാണ്. പക്ഷേ അതിനകത്ത് ഇതിപ്പോൾ ഇന്ന് ഇട്ടതാണ് അനാവശ്യമായിട്ട്. നമുക്ക് കുറേ കാമുകന്മാരുണ്ട്. കാരണം മറ്റേ ഡെയിലി ഓരോ റീൽസൊക്കെ എടുക്കുമ്പോൾ പല ചെറുപ്പക്കാരെ റീൽസൊക്കെ എടുക്കാം. പിന്നെ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം ആണെങ്കിലും പല നടന്മാരും ഉണ്ട്. അവിടെ റീൽസ് പെരേരയുടെ ഉയർച്ചയിൽ അവൾക്ക് അസൂയുണ്ടല്ലോ. ഇതുണ്ട്, സൈബർ ബുള്ളിങ് എന്നൊരു കേസ് കൊടുത്താലും കുഴപ്പമില്ല. റിയ ഷെറി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമാണ്. ഉണ്ട്, അനാവശ്യമായിട്ടല്ലേ ഈ പോസ്റ്റ് ചെയ്തേക്കണേ ഇപ്പോൾ. മനസ്സിലായോ? ഓഫായി പോലെ ഇപ്പോൾ വേറെ എടുത്തു കേട്ടോ. ചാർജ് കുറവാണ്. ചാർജില്ലെങ്കിൽ പവർ ബാങ്ക് തരാം. രൂപത്തിലൊരു വീട്ടിൽ തന്നെ